എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ഫ്ലവർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടുട്ടു സ്കേർട്ടാണ്. അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സ്വിങ് മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് തന്നെ തുന്നിയെടുക്കാം. അപ്പം നമ്മളിത് കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പൈസ വരും. അപ്പം നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ മാക്സിമം 150 രൂപയ്ക്ക് ആവുന്നുള്ളൂ. അപ്പം നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നെറ്റിന്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സോഫ്റ്റ് നെറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നീഡിലെ ത്രെഡ് വേണം, ഇലാസ്റ്റിക് വേണം, സിസേഴ്സ് വേണം. ഇലാസ്റ്റിക് ഒരു മീഡിയം വലിപ്പത്തിലുള്ളത്. ഇനി നമ്മുടെ കയ്യിൽ പഴയ സ്കേർട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ നോക്കുക, അളവ് നോക്കുക, അരവണ്ണം നോക്കുക. അപ്പൊ നമുക്ക് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ എനിക്ക് ഇവിടെ 16 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതേ പ്ലസ് 1 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ 17 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കാണുന്ന പോലെ പിടിച്ചിട്ട് നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം തുന്നിയെടുക്കണം. നമ്മൾ ഇടുമ്പോൾ വിട്ടുപോരരുത്, നല്ല ഉറപ്പിൽ തുന്നിയെടുക്കുക. നമ്മൾ ഇതിലാണ് ഇനി നമ്മൾ കെട്ടിയാണ് നമ്മൾ ഈ സ്കേർട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലോണം തുന്നിയെടുത്തിട്ട് നമ്മൾ അത് കെട്ടുകൊടുക്കാം. അതിനുശേഷം ഞാൻ തുണി നെറ്റിന്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സോഫ്റ്റ് നെറ്റാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഞാൻ ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്, കാരണം ക്യാമറയിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നമുക്ക് ഈ ഒരു സ്കേർട്ട് ഉണ്ടാക്കാനായിട്ട് 4 മീറ്റർ തുണി വേണം. നല്ല ഫ്ലഫി ആയിട്ട് നല്ല തിക്കായിട്ട് നിൽക്കാനായിട്ട്, എന്നാൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ 4 മീറ്റർ തുണി വേണം നമുക്ക് ഈ സ്കേർട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് തുണി മടക്കിയിടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തുണി മടക്കിയിട്ടിട്ട് വേണം നമുക്ക് ലെങ്ത് എന്തോരം വേണം, നമുക്ക് പാവാടയുടെ ഇറക്കം എന്തോരം വേണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് എത്ര ലെങ്ത് വേണം അതനുസരിച്ചിട്ട് വേണം, മടക്കിയിട്ടിട്ട് വേണം നമ്മൾ ലെങ്ത് അളക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ലെങ്ത് എടുക്കുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ച് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് അത് ഇതിൽ കാണുന്ന പോലെ ഒന്നുകൂടി മടക്കാം, ഇങ്ങനെ നമ്മൾ അത് മടക്കിയിടുക. എന്നിട്ട് ഇതുപോലെ കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, ജസ്റ്റ് നമുക്ക് ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ഇതിന്റെ വീതി എടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണ്. ഈ ഒരു ഇതിൽ 5 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. 5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എവിടെയെങ്കിലും അടയാളപ്പെടുത്തിയിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പൊ 5 ഇഞ്ചാണ് നമ്മൾ ഇതിന്റെ വീതിയായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ എല്ലാ തുണിയും കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ഈ എന്താ പറയാ പീസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്കേർട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും നമുക്കിത് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്. അപ്പം ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഞാനിവിടെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കുപ്പി എടുക്കുകയാണ്, ഒരു പാത്രം. ഇത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഇത് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ച് വലിയ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഇലാസ്റ്റിക് ഇതിന്റെ
മേലെ ഇട്ടിട്ട് നമുക്ക് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനിയും ചെയ്യണത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താ ചെയ്യാം, നമ്മളൊരു കട്ടിയുള്ള ഒരു ബുക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേറുമ്മ വേണമെങ്കിൽ ചേറുമ്മ വെച്ചിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് അതിൽ ചെയ്യാം. ഇപ്പൊ ഇത് എനിക്ക് കുറച്ചുകൂടി എളുപ്പം തോന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇത് മൊത്തം ചെയ്യേണ്ടത്. നല്ലോണം ടൈറ്റാക്കി വലിക്കണം. ഞാനിപ്പോ ഇവിടെ ചെയ്യണത് നല്ല ഫ്ലഫി ആയിട്ടുള്ള സ്കേർട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ 3 എണ്ണമാണ് എടുക്കുന്നത്. 3 എണ്ണം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം. അപ്പൊ ഒരെണ്ണം എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാല് അത്ര തിക്കായിട്ട് നമുക്ക് നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ താഴേക്കൂടെ വലിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടൈറ്റ് ആക്കിയിട്ട് വലിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഇത് മൊത്തം നമ്മൾ ചെയ്തെടുക്കണം. ഞാൻ ഒരു പ്രാവശ്യം കൂടിയും ചെയ്യുന്നുണ്ട്. നമ്മൾ അതെടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ, നല്ല ടൈറ്റിൽ വലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ നമുക്ക് എന്താ പറയാ ഇങ്ങനെ ഗ്യാപ്പ് പോലെ കാണാൻ പറ്റും. അപ്പൊ നല്ല ടൈറ്റ് ആയിട്ട് വലിച്ച് ചേർത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആക്കാം. അപ്പൊ ഞാനിതിവിടെ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി താഴെ നമ്മൾ ഒപ്പമല്ല അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് ഒപ്പമാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യണം.